5 വർഷം മുമ്പ് നമ്മളൊക്കെ വീട്ടിൽ വന്നിട്ട് പല്ല് കാണിച്ച് ഇളിച്ചിട്ട് വോട്ട് മേടിച്ച് പോയ ആൾക്കാരുണ്ട്. അവരന്ന് നമുക്ക് തന്ന വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അവർക്ക് ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല, പക്ഷെ നമുക്കത് ഓർമ്മ ഉണ്ടാവും. അപ്പോൾ ഞാൻ പറയുന്നത്, അവരിപ്രാവശ്യം വീണ്ടും നമ്മളെ വീട്ടിൽ വരും. കാരണം അവർക്ക് ഉളുപ്പില്ല. അവർ നമുക്ക് തന്ന വാഗ്ദാനങ്ങൾ നിറവേറ്റിയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർ നമ്മളെ വീട്ടിൽ വീണ്ടും വരും, അതേപോലെ 32 പല്ലും കാട്ടി ഇളിച്ചിട്ട്. പക്ഷെ നമുക്ക് കുറച്ച് ഉളുപ്പും അഭിമാനമൊക്കെ ഉള്ളതല്ലേ, നമ്മൾ മനുഷ്യന്മാരാണല്ലോ, നമ്മൾ അവരെ പോലെ പ്രത്യേക ജീവികളല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അവർ വരുന്ന സമയത്ത് ചോദിക്കുക, എടാ കഴിഞ്ഞ പ്രാവശ്യം നീ എനിക്ക് വാഗ്ദാനം ചെയ്ത് ഇന്ന ഒരു കാര്യം ഉണ്ടായിരുന്നല്ലോ, അതെന്തായി, അതെവിടെ, അത് ചോദിക്കുക. അത് ചോദിക്കാനുള്ളൊരു തൻ്റെ ഇടം നമ്മൾ ഇനിയെങ്കിലും കാണിച്ചില്ലെങ്കിൽ നമ്മൾ കഴുതകളാന്നുള്ള അവർ വീണ്ടും വീണ്ടും ഇൻഡയറക്റ്റായിട്ട് നമ്മളെ മുഖത്ത് നോക്കി പറഞ്ഞുകൊണ്ടിരിക്കും. മനസ്സിലായോ? അപ്പം നമ്മൾ കഴുതകളല്ല എന്നുള്ളൊരു ബോധം അവർക്ക് വരുത്തി കൊടുക്കേണ്ട സമയം അത് അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനിയെങ്കിലും നമ്മൾ ചെയ്യണം. ചോദിച്ച് നോക്കുക, എടാ നീ കഴിഞ്ഞ പ്രാവശ്യം തന്ന വാഗ്ദാനങ്ങൾ, എത്ര വാഗ്ദാനങ്ങളാണ് നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളുടെ പത്രികയിൽ ഉണ്ടായിരുന്നത്, അതിൽ എത്ര എണ്ണം നിങ്ങൾ നിറവേറ്റി, അപ്പോൾ ബാക്കിയുള്ളത് എന്തിയെ, ഈ നിറവേറ്റാൻ പറ്റാത്ത പിന്നെ നിങ്ങൾ എന്തിനാ വാഗ്ദാനങ്ങൾ ആദ്യം തരാൻ പോകുന്നത്? ഇത് ചോദിക്കണം നമ്മൾ, അതിനുള്ള തൻ്റെ നമ്മൾ കാണിക്കാൻ വേണം. ഓക്കെ. പിന്നെ അതുപോലെ പറ്റില്ലെങ്കിൽ അത് തരാത്ത ആൾക്കാർ, ഈ വാഗ്ദാനം നിറവേറ്റാതെ വിളിച്ചിട്ട് വീണ്ടും വരുന്ന ആൾക്കാരുടെ നോ എന്ന് പറയാൻ നമ്മൾ തയ്യാറാവുക. വോട്ട് തരണേ ചേച്ചി എന്ന് പറയുമ്പോൾ, പറ്റൂലടാ, നീ പറഞ്ഞ കാര്യം നീ ചെയ്തില്ലല്ലോ, അതുകൊണ്ട് നിനക്ക് വോട്ട് തരാൻ പറ്റില്ല. കഴിഞ്ഞ പ്രാവശ്യം നീ ചോദിച്ചിട്ട് വോട്ട് തന്നതല്ലേ, എന്നിട്ട് നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. അതായത് കഴിഞ്ഞ പ്രാവശ്യം നീ വന്നപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞേ, നിനക്ക് എന്തായാലും ഞാൻ വീട് ഇപ്രാവശ്യം പാസ്സാക്കി തന്നിരിക്കും. അതായത് ഓൻ്റെ വർത്താനം പറഞ്ഞ് കേട്ട് കഴിഞ്ഞാൽ ഓൻ്റെ തറവാട്ട് മുതൽ ഓൻ്റെ തറവാട് പണയം വെച്ചിട്ട് ആ പൈസക്ക് നമുക്ക് വീട് വെച്ചിരുന്ന വർത്താനം. നമ്മൾ നികുതി പൈസ തന്നെ തരാൻ പോകുന്നത്, അത് വേറെ കാര്യം. അത് ഓൽക്ക് ഓർമ്മയില്ല, ഓല് നമ്മളങ്ങോട്ട് നമ്മളെ മനസ്സിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യാണ്, ഓലെ ഔദാര്യം തരിക എന്നുള്ളത്. മനസ്സിലായോ? അപ്പോൾ അതിന് നമ്മളൊരിക്കലും വീണ് പോകരുത്. ചോദിക്കുക, നീ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യുക, അത് എത്ര എണ്ണം ചെയ്ത്, ബാക്കിയുള്ളത് എന്ത് ചെയ്യുക, ബാക്കിയുള്ള ഇപ്രാവശ്യം നീ ജയിക്കുകയാണെങ്കിൽ, എൻ്റെ വോട്ടില്ല, നീ ജയിക്കുകയാണെങ്കിൽ ആരെങ്കിലും വോട്ടൊന്ന് ജയിക്കുകയാണെങ്കിൽ അത് ചെയ്യ്, എന്നിട്ട് അടുത്ത പ്രാവശ്യം വോട്ട് തരാം എന്ന് പറയാൻ തയ്യാറാവണം നമ്മൾ. ഓക്കെ. അല്ലെങ്കിൽ ഇല്ല നിനക്ക് വോട്ട് തരാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, തരുന്നില്ല, വോട്ട് ചെയ്യുന്നില്ല, അതൊന്ന് പറയുക. ഓക്കെ. ഇനിയെങ്കിലും അത് ചെയ്തില്ലെങ്കിൽ നാണക്കേടാ. നമ്മളൊക്കെ മക്കൾക്ക് വേണ്ടിയിട്ടെങ്കിലും അത് ചെയ്യണം. ഓക്കെ.